ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ തന്നെ നമ്മളെ വേദനിപ്പിക്കും. പക്ഷെ നമ്മൾ വിഷമിക്കുന്നതിന് പകരം അവരുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. തെറ്റുകളെല്ലാം കോഫിയിൽ ചേർത്ത ഉപ്പ് പോലെ എല്ലാം തുല്യമാക്കും. ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകൂ. എല്ലാം ശരിയായിക്കോളും. ഇപ്പൊ മനസ്സിന് കുറച്ച് സമാധാനമുണ്ട്. ഒത്തിരി നന്ദി സർ. ഞാൻ ഇറങ്ങട്ടെ. അദ്ദേഹം ആരെന്നറിയോ? മാധവൻ സാറാ. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാ. മാധവൻ സർ? ഓ മൈ ഗോഡ്, എനിക്ക് ഇത്ര നേരിട്ടത് ഓർമ്മയെ വന്നില്ല. സാർ അവര് പറഞ്ഞതുപോലെ തന്നെയാ. വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവര് സാറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാ. ആര്? മുതിർന്നവരാണ് വീട്ടിൽ എല്ലാം എന്നൊക്കെ പറയും. പക്ഷെ ആ ഒളിച്ചോടി പോയുള്ള പോലെ ഈ ഉറക്കം തൂങ്ങി എന്തെങ്കിലും തലക്കകത്ത് വെറുതെ സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? ഒരു പ്രാവശ്യം മുറിയൊന്ന് ചെക്ക് ചെയ്താ പോരെ? ബാച്ചിലർ റൂമില് ജോഡിയുടെ പ്രതിമ. ഇവൻ ഏതെങ്കിലും ജോഡിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ എന്താടാ എന്താ ഇത്ര വൃത്തികേടായിട്ട് മുറിയൊക്കെ വെച്ചിരിക്കുന്നെന്നാ? ഓ, ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ഇൻസ്പെക്ഷന് വന്നിരിക്കാണോ? എന്തോ അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. അതേന്ന്, ഈ കന്നിമൂലയിലെ എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നെന്ന് നോക്കണ്ടേ? ആ അതിരിക്കട്ടെ, നീ എന്തോ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പതാ ഇത് നോക്ക്. സമാധാനമായിട്ടിരുന്ന് 2 ഫോട്ടോ സെലക്ട് ചെയ്യ. അതിലൊന്നിനെ ഞാൻ ഫൈനലൈസ് ചെയ്യും. എന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നാണമാണെങ്കിൽ ദാ ഞാനിത് മേശപ്പുറത്ത് വെക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നീ എടുത്തു വെക്ക. എന്റെ പരിചയത്തിൽ ഒരു ആന്റി ഉണ്ട്. അവര് സാറിന്റെ വലിയ ആരാധികയാ. സാറിന്റെ ഡയലോഗൊക്കെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞ സാറിന്റെ ഒരു മാഡ് ഫാനാണ്. അവര് സാറിന്റെ ഫോട്ടോസ്, റെസിപ്പീസ്, പിന്നെ സാറിന്റെ കോഡ്സ് എല്ലാം ഒരു നോട്ട്ബുക്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ അതെയോ? സർ, നിങ്ങളൊരു മോളില് ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നില്ലേ? അന്ന് സാറിനെ മീറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? എസ്കലേറ്ററിലൊക്കെ കയറി ഇറങ്ങി ആ മോള് മൊത്തം ഓടി സാറിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. സാർ അന്ന് നല്ല ബിസിയായിരുന്നു. ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിനവർ ഒത്തിരി വിഷമിക്കുകയും ചെയ്തു. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് സംസാരിക്കുമായിരുന്നു. സാറിന്റെ കോട്ടൊക്കെ ബൈഹാർട്ട് ചെയ്യുക മാത്രല്ല, അതെല്ലാം ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ട്. വിഷമത്തിലിരിക്കുമ്പോഴൊക്കെ സാറിന്റെ കോഡ്സ് വായിച്ചു നോക്കും. അതവരുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരാളെ കാണാൻ പറ്റാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാ വിഷമിക്കുന്നേ? സാർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവരെ ഫോൺ ചെയ്തു തരാം. സാർ സംസാരിക്കോ? റെഡിയാണോ? ഉറപ്പായിട്ടും. അത് വളരെ നല്ലൊരു സർപ്രൈസ് ആയിരിക്കും.
അപ്പു എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തെങ്കിലും വിഷമമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊരു നല്ല കോഫി ഇട്ടുകൊണ്ട് വരട്ടെ? വേണ്ടേ നിനക്ക്? ഇല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസ് കൊണ്ടുവരട്ടെ? അമ്മേ പ്ലീസ്, കുറച്ച് നേരത്തേക്കെങ്കിലും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ? അമ്മ എനിക്ക് ഒന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല. കുറച്ചു നേരത്തേക്ക് എന്റെ വഴിക്കൊന്ന് വിട്, അത് മാത്രം മതി പ്ലീസ്. സ്ത്രീകൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ആയിരിക്കും വയ്ക്കുക. നിങ്ങൾക്ക് പോകാൻ ധൃതിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്യാമോ? അയ്യോ, അതിനെന്താ, വിളിക്കാം സാർ. എന്തു പറ്റി അപ്പൂന്? അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളല്ലല്ലോ. ഈ ആരാധികയോട് സംസാരിക്കാനുള്ള യോഗം ഇന്നില്ലെന്ന് തോന്നുന്നു. ഇനി ഒരു ദിവസം ട്രൈ ചെയ്യാം. നിങ്ങൾ പോയിക്കോളൂ. ആരോടെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ പറയണോ? അയ്യോ, എന്റെ രാജരഥമുണ്ട് സാർ. ഇവിടുന്ന് ആക്സിലേറ്റർ കൊടുത്താ എന്റെ വീട്ടിൽ ചെന്ന് നിൽക്കും. എനിവേ, ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് യു. മറ്റൊരു ദിവസം കാണാം. റൈറ്റ്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഈ ബുക്ക് അവർക്ക് കൊടുത്തേക്കൂ. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കൂ. അതുപോലെ അവർ ഫ്രീ ആകുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ കഫേയിലേക്ക് കൊണ്ടുവരൂ. ഷുവർ സർ, ഉറപ്പായി ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഈ ബുക്ക് അവർക്ക് കൊടുക്കുമ്പോ അവർ ഒത്തിരി സന്തോഷിക്കും. ശരി ശരി, ഇറങ്ങട്ടെ. താങ്ക് യു. അപ്പോ ഉച്ച തൊട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ല. നിനക്ക് ഇഷ്ടമെന്ന് കരുതി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട അമ്മേ പ്ലീസ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലേ, അല്പസമയത്തേക്ക് എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ അനുവദിക്കാൻ. നീ വേണ്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട എനിക്കെന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ഞാൻ വീണ്ടും ചോദിക്കില്ല. ചില സമയങ്ങളിൽ ഒന്നും സംസാരിക്കണ്ടെന്ന് തന്നെ വിചാരിക്കും. കഴിക്കും മോനെ, കഴിക്കേ. അല്ലേ എന്റെ ലൈഫ് പാർട്ണറെ അന്വേഷിക്കാൻ മുത്തശ്ശനാരാ? അമ്മയാരാ? അപ്പോ അപ്പോ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിനക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ മുത്തശ്ശൻ നിന്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഈ അമ്മയൊന്ന് പറയട്ടെ മോനെ. കല്യാണത്തെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ ഞങ്ങൾ നിന്നോട് പറഞ്ഞാലും തീരുമാനം എന്തായാലും നിന്റേതായിരിക്കും. അപ്പോ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഈ വീട്ടിലെ മരുമകളാവുന്നതിന് മുമ്പ് നിനക്ക് നല്ലൊരു ഭാര്യ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഏത് പെണ്ണിനെയാണോ ഇഷ്ടപ്പെടുന്നത്, അവളാ എന്റെ മരുമകള്. ഓഹോ, അച്ഛൻ ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് മോള് വന്ന് സാമ്പാർ വെക്കാനായിട്ട് കാത്തിരിക്കുക അല്ലേ? സോറി അച്ഛാ, വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു 10 മിനിറ്റ് താ, നല്ല അസൽ സാമ്പാർ ഞാൻ വെച്ചുതരാം. അച്ഛാ, സ്റ്റവ് ഇപ്പോഴും ഓൺ ആണല്ലോ. അയ്യോ,
കുക്കർ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചതാ. എന്തോ ആലോചിച്ചുകൊണ്ട് മറന്നുപോയതാ മോളെ. ഗ്യാസ് ലീക്കായ എന്തുണ്ടാവുന്ന അച്ഛൻ അറിയാവുന്നതല്ലേ? അറിയാം മോളെ, എനിക്കെന്തോ തെറ്റുപറ്റിപ്പോയതാ. ശ്രദ്ധിക്കച്ചാ പ്ലീസ്. ദേ നോക്ക്, ആ കരുണൻ ചേട്ടൻ പറഞ്ഞതുപോലെ അച്ഛനെന്റെ കല്യാണത്തെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ടെൻഷൻ അടിക്കാതിരിക്കൂ. എല്ലാം ശരിയാവും. അച്ഛാ, ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം വരാം. ചെല്ലു മോളെ. ഗ്യാസ് ഓഫ് ചെയ്യാൻ തന്നെ മറന്നുപോയെങ്കിൽ ഇതെന്തോ ആപത്തിലുള്ള സൂചനയാണെന്നാ തോന്നുന്നത്. ನಿಗದಿತ ಸಮಯಕ್ಕಿಂತ ತಡವಾಗಿ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಪ್ರವೇಶ ಮಾತಾಡಿ ನೋಡಿ. ನೀವು ಕೇಳಿದ ಅಷ್ಟು ಹೊತ್ತಿಗೆಗಳನ್ನ പൂർണിമ, വരൂ അച്ഛാ. ഇരിക്കൂ. എന്താ എന്റെ മോൾ ഇത്രയും നേരമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നേ? ഉറക്കം വന്നില്ലേ? ഇല്ലച്ചാ. എന്താ മോളെ, നീ ഓക്കെ തന്നെയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. അയ്യോ വേണ്ടച്ചാ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ ഉറങ്ങാതിരിക്കുന്നേ? ഓഹോ, മനസ്സിലായി. ഗർഭിണിയായവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അത് നിറവേറുന്നതുവരെ ഇതുപോലെ ഉറക്കം വരില്ല. അത് കൊള്ളാലോ, അച്ഛന്റെ മോളുടെ മനസ്സ് നന്നായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്തോ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഇല്ലച്ചാ. അച്ഛനായ എന്നോട് തന്നെ മോള് കള്ളം പറയുവാണോ? പറയൂ, എന്താ മോളുടെ ആഗ്രഹം? എനിക്കെന്തോ പുറത്തേക്കൊന്നു പോയി ഐസ്ക്രീം കഴിച്ച കൊള്ളാന്നുണ്ട്. ഞാനത് ഏട്ടനോട് പറഞ്ഞതാ, റെഡിയായി വരികയും ചെയ്തു. പെട്ടെന്ന് ബിസിനസ് കോൾ എന്തോ വന്നത്. 2 മണിക്കൂറായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുക. അവന്റെ ബിസിനസിനെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ പൂർണിമേ. കോടികളുടെ ബിസിനസ് അല്ലേ ചെയ്യുന്നത്. അവന് തീരെ സമയം കിട്ടാറില്ല. വെറുതെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? വരൂ, ഞാൻ വാങ്ങിത്തരാം. ശരിക്കും? അതെ, എന്റെ മോളൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാൻ വാങ്ങി തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കും ഉറക്കം വരില്ല. വാ, പോയിട്ട് വരാം. അച്ഛാ, അത് എനിക്ക് വരാനൊക്കെ ഇഷ്ടമാ. പക്ഷെ ഏട്ടൻ അറിഞ്ഞോ? 10 മിനിറ്റ്. ദേ പോയി ദാ വന്നു. അവന്റെ ബിസിനസ് കോൾ കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങെത്തും. എന്നിട്ട് മോള് പോയി ഉറങ്ങിക്കോ. അത് ശരിയാവോ അച്ഛാ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു പ്രശ്നവും ഇല്ല മോളെ. മോള് വാ. ശ്രീ, അച്ഛാ. ആൾ ഓക്കെ? ഓക്കെ അച്ഛാ, ഗുഡ് നൈറ്റ്. ബ്രേക്കപ്പ് എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങ് പോയി. ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. വിളിച്ചപ്പോ അവൻ ഫോണും എടുക്കുന്നില്ല. ആ നേരത്തെ പൊന്നു 2 തവണ വിളിച്ചായിരുന്നല്ലോ. അമ്മ. ആ സോറി പൊന്നു, ഈ സമയത്ത് വിളിച്ചതിന്. മോള് നേരത്തെ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. 2 തവണ മോൾ എന്നെ വിളിച്ചിരുന്നില്ലേ? അതെന്താ കാര്യം അറിയാൻ വേണ്ടിയാ വിളിച്ചത്. മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ലമ്മേ. എനിക്കും ഈ സമയത്ത് ആന്റിയോടൊന്ന് സംസാരിക്കണം തോന്നി. എന്താ പൊന്നു ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? പറയ്, എന്താ മോളെ? അയ്യോ പൊന്നു, മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആരേലും എന്തെങ്കിലും പറഞ്ഞോ? സോറി. ആന്റിയുടെ വോയിസ് കേട്ടതും പഴയ കെട്ടിടം വീണ പോലെ കണ്ണീര് വന്നു. വിഷമം നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. കണ്ണീര് അടക്കി പിടിക്കാനും ധൈര്യം വേണം മോളെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് കരയാൻ നിന്നാ അതിലെന്ത് ധൈര്യ ഉള്ളത്? നിന്നെ കരയിപ്പിച്ചത് ആരാണെങ്കിലും എനിക്ക് കാണിച്ചതാ. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും. അവൻ ഞാൻ പറയുന്നതേ കേൾക്കുന്നില്ല. അവനോ? നീ ആരെങ്കിലും? ഫോണിലൂടെ വേണ്ട ആന്റി. ആന്റി നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സ്ഥലങ്ങളൊന്നും അത്രയ്ക്ക് പരിചയമില്ല. നീ ഒരു കാര്യം ചെയ്, നേരെ എന്റെ വീട്ടിലേക്ക് തന്നെ വന്നോ. വേണ്ട ആന്റി, ഫ്രീ ആയിട്ട് സംസാരിക്കണമെങ്കിൽ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തു വെച്ചോ? ഞാൻ ഡെയിലി പോകുന്ന കടയും പച്ചക്കറി മാർക്കറ്റും അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ലല്ലോ. പൊന്നോ, ഞാൻ നാളെ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോവും. അവിടെ മോൾക്ക് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലല്ലോന്നോ? 100% ഓക്കെ. ദേ നോക്ക്,
മനസ്സിന് വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. മനസ്സിന്റെ വിഷമത്തിന് വയറിനെ ഒരിക്കലും പട്ടിണി ഇടരുത്. ഇതുവരെ ഞാനൊന്നും കഴിച്ചില്ല. ഇനി ഞാൻ പോയി കഴിച്ചോളാം. താങ്ക് യു ആന്റി. എന്റെ മനസ്സിനൊരു ആശ്വാസമുണ്ട്. ഒന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് ഉറങ്ങ. നാളെ കാണാം നമുക്ക്. അച്ഛാ, സ്കൂട്ടറിലോ? വേണ്ട അച്ഛാ, എനിക്ക് പേടിയാവുക. നമുക്ക് കാറിൽ പോവാം. കാറിലോ? എഞ്ചിന്റെ പിന്നെ AC-യുടെ സ്മെല്ല്, മോൾക്ക് വോമിറ്റിംഗ് എങ്ങാനും വന്നാലോ? സ്കൂട്ടറിലാവുമ്പോ നമുക്ക് ഓപ്പൺ എയർ കിട്ടുമല്ലോ. എന്നാലും അച്ഛാ, സ്കൂട്ടറില് നീ ഇരിക്കു പൂർണിമേ. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഐസ്ക്രീം പാർലറിലെത്തും. ശരി അച്ഛാ. ഏയ്, വിവരമില്ല നിനക്ക്? ഇയാക്കേ ബുദ്ധിയില്ല. നീയൊന്നും ആലോചിക്കേണ്ടതല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ പൂർണിമ. എനിക്ക് ഒരു കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാ മനുഷ്യനല്ല, നിങ്ങളൊരു രാക്ഷസനാണ്. നിങ്ങളെ ഭ്രാന്ത് കൊണ്ട് എനിക്ക് എന്റെ അമ്മയെ നഷ്ടമായത്. ചെറിയച്ഛനാണെങ്കിൽ കിടപ്പിലും. ഇതൊന്നും തന്നെ പോരാഞ്ഞിട്ട് എന്റെ ഭാര്യയും ഞങ്ങളുടെ കുഞ്ഞിനെയും നശിപ്പിക്കാനാണോ നോക്കുന്നത്? നിങ്ങളുടെ ലിമിറ്റിന് നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരും. വരൂ പൂർണിമ. എന്തു പറ്റി? ഇതെന്താ അച്ഛാ ഇങ്ങനെ ചോദിക്കുന്നെ? ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായത് ഞാൻ കാരണമല്ലേ? നീ നല്ല ആളാ. ഇപ്പോഴും അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ അതൊക്കെ അപ്പൊ തന്നെ മറന്നില്ലേ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നു. വാ. അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം എന്തൊരു അത്ഭുതമാണെന്നറിയാമോ? അവരെ എത്ര വേണേലും വഴക്ക് പറയാം, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം മറന്നുപോകും. ആദ്യം എന്നെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് മോൾക്ക് വിഷമം തോന്നുന്നത്. എന്നാൽ എന്റെ മകൻ അവന്റെ ഭാര്യയോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? എന്താ ശരിയല്ലേ? അച്ഛൻ രാത്രിയിൽ ഒരുപാട് വൈകി സ്കൂട്ടറിൽ അവന്റെ ഗർഭിണിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവന് പേടിയുണ്ടാവില്ലേ? ഒരുപക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യ താഴെ വീണ് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് കരുതി അവൻ എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചതാ. ഇത് സാധാരണയല്ലേ? ഇങ്ങനെ നന്നായി ശ്രദ്ധിക്കുന്നത് നല്ലതിന് വേണ്ടിയാണോ അച്ഛാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനെ ഇത്രയും അപമാനപ്പെടുത്തിയിട്ടും ഇപ്പോഴും ഏട്ടന് വേണ്ടിയല്ല അച്ഛൻ സംസാരിക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ ഇമോഷണൽ ആകുന്നത് നല്ലതല്ല മോളെ. അത് നിന്റെ കുഞ്ഞിനെയും ബാധിക്കും. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ സന്തോഷമായിട്ടിരിക്കുക. അമ്മാവാ, കരിപ്പട്ടിയും തുളസിയും കൂടെ ഇട്ട് നല്ല കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറഞ്ഞോളും. മധുരം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ. ഇട്ടിട്ടുണ്ട് അമ്മാവാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോളാം. ശരി ശരി ശരി, ഒരു ധൃതിയില്ല. പച്ചക്കറികളൊക്കെ നോക്കി സമയമെടുത്ത് കേടില്ലാത്ത നോക്കി വാങ്ങിക്കൊണ്ടുവന്നാ മതി.